പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 7.1ൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയും എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ടും കാണണം കേട്ടോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ എക്സ്പ്ലെയിൻ ചെയ്താണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയർസ് ഓഫ് പോയിൻറ്റ്സ്. അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ഫോർമുലയാണ് യൂസ് ചെയ്യുക? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ നമ്മുടെ പോയിൻറ്റുകൾക്കൊന്നും ഇവിടെ നമുക്ക് പേര് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പോയിൻറ്റുകൾക്ക് പേര് കൊടുത്തിട്ട് നമ്മൾ എഴുതണം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം? ലെറ്റ് ദ ഗിവൺ പോയിൻറ്റ്സ് ബി. ഫസ്റ്റിനെ ഞാൻ P2,3 ആൻഡ് സെക്കൻഡ് വണ്ണിനെ Q എന്നെടുക്കുന്നു. Q4,1. ഇനി ഇതിനകത്ത് നമുക്കറിയാം, നമുക്ക് കോർഡിനേറ്റ്സ് തരുമ്പോൾ ഫസ്റ്റ് ഈസ് എക്സ് കോർഡിനേറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് വൈ കോർഡിനേറ്റ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് x1 y1, ഇത് x2 y2. Therefore, distance PQ is equal to, നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമുക്ക് x2 - x1 the whole square plus y2 - y1 the whole square എന്ന് എടുക്കാം, അല്ലെങ്കിൽ x1 - x2 the whole square plus y1 - y2 the whole square എന്ന് എടുക്കാം. എങ്ങനെ എടുത്താലും നമ്മൾ ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് സെയിം ആയിട്ട് തന്നെ കിട്ടും. എന്തുകൊണ്ടാണ്? നമുക്ക് സ്ക്വയർ ആയതുകൊണ്ട് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ആൻസർ ഈസ് ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ x1 - x2 the whole square plus y1 - y2 the whole square. ഇക്വേഷൻ ഏതെഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഏതെന്ന് വെച്ചാൽ ഇതിനെ തിരിച്ച് x2 - x1 the whole square എന്ന് എഴുതിയാലും y2 - y1 the whole square എന്ന് എഴുതിയാലും ആൻസർ സെയിം തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇതിനകത്ത് ദിസ് ഈസ് x1, 3 ഈസ് y1, 4 ഈസ് x2, 1 ഈസ് y2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് ഈക്വൽ ടു x1 ദാറ്റ് ഈസ് 2 മൈനസ് x2 ഈസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 ഈസ് 3 മൈനസ് y2 ഈസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 - 4 ഈസ് -2. -2ൻ്റെ സ്ക്വയർ 4 തന്നെ വരും. 3 - 1 2, 2ൻ്റെ സ്ക്വയർ 4 ഇസ് ഈക്വൽ ടു √8. √8നെ നമുക്ക് എങ്ങനെ എഴുതാം? √4 × 2. 4നെ റൂട്ടിന് വെളിയിലെടുത്താൽ 2 √2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്തത് അപ്പോൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ യൂണിറ്റ്സ് എന്നൂടെ വേണമെങ്കിൽ എഴുതിക്കോ കേട്ടോ, അല്ലേ ചിലപ്പോൾ അതിന് മാർക്ക് പോമേ. ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. -5,7 -1,3. അപ്പോൾ ഈ എഴുതിയ പോലെ തന്നെ നിങ്ങൾ ഇതിന് ഒന്ന് പേര് കൊടുത്തിട്ട് എഴുതുക കേട്ടോ. ലെറ്റ് ദ ഗിവൺ പോയിൻറ്റ്സ് ബി P -5,7 ആൻഡ് Q -1,3. പിയും ക്യൂവും എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എയും ബിയുമാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ദെയർഫോർ ദ ഡിസ്റ്റൻസ് PQ ഈസ് ഈക്വൽ ടു x1 - x2 ദി ഹോൾ സ്ക്വയർ. ഇക്വേഷൻ എഴുതണം, അതിന് നിങ്ങൾക്ക് മാർക്കുണ്ട് കേട്ടോ. x1 - x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ദ ഹോൾ സ്ക്വയർ. റൂട്ടുണ്ട്, അതിടാൻ മറക്കരുത്. ഇസ് ഈക്വൽ ടു, ഇവിടെ x1 ഈസ് -5, y1 ഈസ് 7, x2 ഈസ് -1, y2 ഈസ് 3. ഇങ്ങനെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ എന്ത് വരും? -5 മൈനസ് -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 7 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ. ഇതിൽ ഓരോന്നിലും ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതെന്ത് വരും? -5 + 1 -4. -4ൻ്റെ സ്ക്വയർ 16 പ്ലസ് 7 - 3 ഈസ് 4. 16 എന്ന് വരും. ഇസ് ഈക്വൽ ടു 16 + 16 ഈസ് 32. √32. √32നെ നമുക്ക് എങ്ങനെ എഴുതാം? 16 × 2 എന്ന് എഴുതാം അല്ലേ. √16 ദാറ്റ് ഈസ്
4. അപ്പോൾ 4√2 എന്ന് നമുക്ക് കിട്ടി. 4√2 യൂണിറ്റ്സ്. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ. എ കോമ ബി ആൻഡ് നെഗറ്റീവ് എ കോമ നെഗറ്റീവ് ബി. അപ്പം നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ എഴുതിയതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ എഴുതുക. ലെറ്റ് ദ ഗിവൺ പോയിൻറ്റ്സ് ബി. ഇതിന് ഞാൻ എ എന്ന് എടുക്കുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എ കോമ ബി ആൻഡ് ബി നെഗറ്റീവ് എ കോമ നെഗറ്റീവ് ബി. Therefore distance AB is equal to x1 minus x2 the whole square plus y1 minus y2 the whole square root. x1, ഇവിടെ x1 is a, y1 is b, x2 is negative a, y2 is negative b. അപ്പോൾ x1 minus x2 എന്ത് വരും? a minus negative a the whole square plus b minus negative b the whole square is equal to a minus negative a is a plus a, that is 2a the whole square plus ഇതെന്ത് വരും? 2b the whole square is equal to എന്ത് വരും? 2a the whole square is 4a square plus 4b square. ഇവിടുന്ന് എന്ത് കോമൺ എടുക്കാം? 4 നമുക്ക് കോമൺ എടുക്കാം. അപ്പോൾ √4 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. 4നെ നമുക്ക് റൂട്ടിന് വെളിയിലെടുത്താൽ 2 √a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ യൂണിറ്റ്സ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോ എടുക്കാം.